ഹലോ കുട്ടികളെ, അപ്പോൾ നമുക്കിന്ന് ചോല ഉണ്ടാക്കാം. വെള്ളക്കടല കുതിർത്തത് നമുക്ക് കുക്കറിലേക്കിട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ഇതിനുള്ള മസാലയ്ക്ക് വേണ്ട സവാളയും ടൊമാറ്റോ ഒക്കെ കട്ട് ചെയ്തെടുക്കാം. 2 സവാള എടുത്തിട്ടുണ്ട്, 3-4 വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ തക്കാളി, പച്ചമുളക് എല്ലാം കൂടി ചോപ്പറിലിട്ടിട്ട് നന്നായി ചോപ്പ് ചെയ്തെടുക്കാം. ഈ ചോപ്പ് ചെയ്ത ഇൻഗ്രീഡിയൻസൊക്കെ കടായിൽ ഓയിലിലേക്ക് ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. കുറച്ച് സമയം മൂടി വെച്ച് കൊടുക്കാം. നന്നായി വഴന്നതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കൊറിയാണ്ടർ പൗഡർ, ഗരം മസാല പൗഡർ, പിന്നെ എന്തുണ്ട് ചോല മസാല, ഇതിലേക്ക് മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. കാശ്മീരി ചില്ലി പൗഡറാണ്. ഇതിന് എരിവില്ല, നല്ല കളർ കിട്ടും. പിന്നെ നമ്മൾ സാധാരണ മുളക് പൊടി എരിവ് അതും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതൊക്കെ ഒന്ന് പച്ചക്കൊത്തൊക്കെ മാറി വന്നതിന് ശേഷം ഇതിലേക്ക് പിന്നെ നമ്മൾ ചോല മസാലയും കൂടി ചേർത്ത് കൊടുക്കട്ടോ. ചോല മസാല ഇതേപോലെ പാക്കറ്റ് വാങ്ങിക്കഴിഞ്ഞിട്ട് ഒരു പാക്കറ്റ് മുഴുവനായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചോല മസാലയും കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളപ്പിക്കാം. ഓക്കെ, ഇനി നമ്മൾ നന്നായി തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് കടല ചേർത്ത് വെക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, മസാലയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച വെള്ളക്കടല ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തേയില വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണിത്. ഇത് ചേർത്താലാണ് ചോലയ്ക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ തേയില വെള്ളം തിളപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായി തിളച്ച് കുറുകി വരട്ടെ. അപ്പോഴേക്കും കുറച്ച് മല്ലിയിലേക്ക് കഴുകി കട്ട് ചെയ്തെടുക്കാം. മല്ലിയില ഞാനിങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്. കൊണ്ടുവന്ന ഉടനെ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാക്കിയിട്ട് ഇങ്ങനെ ബോൾ പോലെയാക്കിയിട്ട് നമ്മൾ കെട്ടി വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം വേണമെങ്കിലും കേടാവാതിരിക്കും. പിന്നെ ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് നമുക്ക് കഴുകിയിട്ട് ഉപയോഗിക്കാം. നമ്മൾ ചോലയിൽ നന്നായിട്ട് നമ്മൾ കഴുകിയിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറേ പ്രാവശ്യം നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അത് കെട്ടുപോകാം. അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം എത്ര ദിവസം വെച്ചാലും കേടാവില്ല. പൂരിയാണ്.